യുവവാണി. നമസ്കാരം, ഏവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം. ഇന്ന് യുവവാണിയിൽ നമ്മോട് കൂടിയുള്ളത് സംഗീത വിദ്യാർത്ഥിയായ ചന്ദന ആർ അജിത്താണ്. നമസ്കാരം ചന്ദന, സ്വാഗതം. ആദ്യം ഒന്ന് സ്വയം പരിചയപ്പെടുത്താമോ? എന്താണ് ചെയ്യുന്നത്? വീട്ടിൽ ആരൊക്കെയാണുള്ളത്? എല്ലാം ഒന്ന് പറയാമോ? നമസ്കാരം, ഞാൻ ചന്ദന ആർ അജിത്ത്. ഞാൻ പത്തനംതിട്ട ഇടയാറന്മുളയിലാണ് താമസിക്കുന്നത്. തിരുവനന്തപുരം ഗവൺമെൻറ് വുമൺസിൽ BA മ്യൂസിക് പഠിക്കുന്നു. അച്ഛൻ അജിത് കുമാർ, അമ്മ രഞ്ജിനി. അച്ഛനും അമ്മയും മ്യൂസിക് ടീച്ചേഴ്സാണ്. അനിയത്തിയുണ്ട്. അനിയത്തി 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. സംഗീതത്തിലെ ആദ്യ ഗുരു ആരായിരുന്നു? ഇപ്പോൾ ഒരുപാട് വർഷമായിട്ട് സംഗീതം അഭ്യസിക്കുന്നുണ്ട്. അപ്പോൾ ഗുരുക്കന്മാർ ആരൊക്കെയാണ്? അവരുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് പങ്കുവയ്ക്കാമോ? അച്ഛനും അമ്മയുമാണ് എൻ്റെ ആദ്യ ഗുരുക്കന്മാർ. അച്ഛൻ്റെ ഗുരുവായ പ്രശസ്ത കർണാടക സംഗീതജ്ഞൻ പ്രൊഫസർ ആയാങ്കുടി മണി സാറിൻ്റെ ശിക്ഷണത്തിൽ എനിക്കും സംഗീതം പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. സാറ് ചെമ്പൈ സംഗീത കോളേജിലും സ്വാതിരുനാൾ സംഗീത കോളേജിലും സേവനം അനുഷ്ഠിച്ചിരുന്നതാണ്. അച്ഛൻ്റെ ഗുരുവിൽ നിന്നും എനിക്കും സംഗീതം പഠിക്കാൻ സാധിച്ചതിൽ ഒരുപാട് ഭാഗ്യവും സന്തോഷവും എനിക്ക് അവസരത്തിൽ പറയാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് RLV സംഗീത കോളേജിലെ കഥകളി സംഗീത അധ്യാപകനായ കലാമണ്ഡലം വിഷ്ണു സാറിൻ്റെ കീഴിലും എനിക്ക് സംഗീതം അഭ്യസിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതും ഒരു വലിയ ഭാഗ്യമായി തന്നെയാണ് ഞാൻ കരുതുന്നത്. സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷെ അതിനെ ഒരു പ്രൊഫഷനായിട്ട്, ഒരു ജോലിയായിട്ട് എടുക്കുക എന്നുള്ളത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. അധികം ആരും മുതിരാത്തൊരു കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് സംഗീതത്തെ ഒരു പ്രൊഫഷനാക്കി മാറ്റാൻ ഉള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്? എങ്ങനെയാണ്? അച്ഛനും അമ്മയും സംഗീത അധ്യാപകരായതിനാൽ ചെറുപ്പം മുതൽ സംഗീതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേട്ട് വളരുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്താണ്. കൂടാതെ എൻ്റെ താല്പര്യമാണ് സംഗീതം പ്രൊഫഷണലായി എടുക്കണമെന്ന് എന്നെ പ്രേരിപ്പിച്ചത്. ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് സംഗീതത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ സംഗീതത്തിൽ നിന്നും ലഭിച്ചിട്ടുള്ള അച്ചീവ്മെന്റ്സ്, നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഒരുപാട് ആസ്വാദകരുള്ള മേഖലയാണ് സംഗീതം. എൻ്റെ മനസ്സിനിണങ്ങിയ മേഖല തിരഞ്ഞെടുക്കാൻ സാധിച്ചതിലുള്ള ആത്മസംതൃപ്തി എനിക്കുണ്ട്. അതുപോലെ എൻ്റെ വിദ്യാഭ്യാസ മേഖല കൊണ്ട് ഞാൻ സന്തോഷിക്കുന്നതിനോടൊപ്പം എനിക്ക് മറ്റുള്ളവരെയും സന്തോഷിപ്പിക്കാൻ സാധിക്കുന്നുമുണ്ട്. ഒപ്പം എനിക്ക് കിട്ടിയ കഴിവ് മറ്റുള്ളവരിൽ പ്രയോജനപ്പെടുത്താനും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കതിർ ചൂടി നിൽക്കുന്ന കനകാംബരമോ കാനനപ്പൂ കാർത്തികത്താരോ കനവിൽ നിറയുന്ന നീഹാരമുത്തോ കനകാംഗിയാം ഇവളാരോ കനകാംഗിയാം ഇവളാരോ കതിർ ചൂടി നിൽക്കുന്ന കനകാംബരമോ തൊട്ടുണർത്തുന്നു മോഹങ്ങളെന്നും തൂമണിത്തെന്നലിൻ പൊൻകിരണം തൊട്ടുണർത്തുന്നു മോഹങ്ങളെന്നും തൂമണിത്തെന്നലിൻ പൊൻകിരണം പാദസരങ്ങളെ കൊഞ്ചിച്ചു കൊഞ്ചി
വളരുന്നു പാലരുവി പറയൂ നീ ദേവസുന്ദരിയായി. കതിർ ചൂടി നിൽക്കുന്ന കനകാംബരമോ പുളകങ്ങൾ വിടർത്തുന്നു മധുമന്ദഹാസം പുണ്യമായുണരുന്നു പൂനിലാവ്. പുളകങ്ങൾ വിടർത്തുന്നു മധുമന്ദഹാസം പുണ്യമായുണരുന്നു പൂനിലാവ്. കളിവഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ നാദത്തിൽ കവിതകളെഴുതുന്നു കായലോരം നിറയൂ നീ കാവ്യസുന്ദരിയായി. കതിർ ചൂടി നിൽക്കുന്ന കനകാംബരമോ കാനനപ്പൂവോ കാർത്തികത്താരോ കനവിൽ നിറയുന്ന നീഹാരമുത്തോ കനകാംഗിയ ഇവളാരോ കനകാംഗിയാമിവളാരോ. സംഗീതവും ജീവിതവും തമ്മിൽ എങ്ങനെയാണ് കണക്റ്റ് ആയിട്ടുള്ളത്? ഇപ്പോൾ ഒരുപാട് നാളായി സംഗീതം അഭ്യസിക്കുന്ന ഒരു ആളാണ്, സംഗീതത്തോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ സംഗീതവും ജീവിതവും തമ്മിൽ എങ്ങനെയാണ് കണക്റ്റ് ആയിട്ടുള്ളത്? സംഗീതം ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് തന്നെ പറയാം. നാം പ്രവർത്തിക്കുന്ന ഓരോ കാര്യങ്ങളിലും സംഗീതത്തിന്റെ പ്രസൻസ് ഉണ്ട്. ഒരു പാട്ട് കേട്ടാൽ അത് ആസ്വദിക്കാനുള്ള കഴിവ് ഒരു വ്യക്തിയുടെ സ്ട്രെസ് കുറയ്ക്കുന്നു. പലതരത്തിലുള്ള രോഗങ്ങൾക്കും മ്യൂസിക് തെറാപ്പി ചെയ്യാറുണ്ട്. അങ്ങനെയും സംഗീതത്തെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഭക്തിക്ക് പ്രാധാന്യമുണ്ട്. വളരെ പ്രാധാന്യമുള്ള ഒരു മേഖലയാണ് സംഗീതം. അതിൽ നിന്നും മനസ്സിന് പോസിറ്റീവായ വഴിയിൽ സഞ്ചരിക്കാൻ സാധിക്കും. ഒരുപക്ഷെ ഒരു വ്യക്തിക്ക് മെന്റൽ സാറ്റിസ്ഫാക്ഷൻ തീർച്ചയായും കൊടുക്കാൻ സാധിക്കുന്ന ഒരു മേഖലയാണ് സംഗീതം. ഇപ്പോൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പല ക്ഷേത്രകലകളും ശാസ്ത്രീയ സംഗീതവുമൊക്കെ കലോത്സവങ്ങൾക്ക് വേണ്ടി ഒരു 5 മിനിറ്റ് പാക്കേജ് പോലെ പഠിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു രീതി. അതിനെപ്പറ്റി ചന്ദനയ്ക്ക് പറയാനുള്ളത് എന്താണ്? കേവലം ഒരു എ ഗ്രേഡിന് വേണ്ടിയുള്ള പോരാട്ടം മാത്രമാണ് കലോത്സവമെന്ന് കരുതുന്ന വിഭാഗം ഇതിൽ ഭൂരിപക്ഷവുമുണ്ട്. 10 മിനിറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതല്ല കല. അതിന്റെ ആഴത്തിൽ ഇറങ്ങി ചെന്നാലേ കലയുടെ അർത്ഥവും വ്യാപ്തിയും മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ നിരവധി കച്ചേരികൾ നടത്തിയിട്ടുണ്ട്. കച്ചേരികളിലെ ഒരു അനുഭവം എന്തൊക്കെയായിരുന്നു? സംഗീതത്തിലുള്ള ഒരു വ്യക്തിയുടെ പാണ്ഡിത്യം മനസ്സിലാക്കുന്നത് കച്ചേരിയിലൂടെയാണ്. വർണ്ണത്തിൽ തുടങ്ങി ഒരു കർണാടക സംഗീതത്തിന്റെ മൂല്യം നഷ്ടപ്പെടാതെ മനോധർമ്മത്തിലൂടെ ഒരു കച്ചേരി പൂർത്തിയാക്കുന്നത്. അക്കമ്പനി ചെയ്യുന്ന ഓരോ കലാകാരന്റെയും പാണ്ഡിത്യം കച്ചേരിയിലൂടെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൃദു മന്ദഹാസം മലർമാലയാക്കിയൻ ഹൃദയത്തിൽ ചൂടിയ കരിവണ്ണനെ. മൃദു മന്ദഹാസം മലർമാലയാക്കിയൻ ഹൃദയത്തിൽ ചൂടിയ കരിവണ്ണനെ. മുകിൽ വണ്ണ
കൽപ്പത്തിൽ പ്രതിഷ്ഠിക്കുമ്പോൾ നടക്കൽ പാടും നടക്കൽ പാടും ഗീതാഗോവിന്ദത്തിൽ നടക്കൽ പാടും ഗീതാഗോവിന്ദത്തിൽ മതി മറന്നതാവാം എന്നെ മറന്നിട്ടാവാം മൃദു മന്ദഹാസം മലർമാലയാക്കിയ ഹൃദയത്തിൽ ചൂടിയ കരിവണ്ണനെ മുകിൽ വണ്ണനെ ഇന്നും മറന്നതെന്തേ മാറിൽ മറച്ചതെന്തേ. ഒരുപാട് നാളായി ഈ സംഗീതത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇത്രയും നാളത്തെ ഈ സംഗീത ജീവിതത്തിൽ നിന്ന് ഒരിക്കലും മറക്കാനാവാത്ത അനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നു? അത് നമ്മളോട് ഒന്ന് പങ്കുവയ്ക്കാമോ? സ്കൂൾ കലോത്സവമാണ് എനിക്ക് മറക്കാനാവാത്ത അനുഭവം. കലോത്സവം എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ എഫേർട്ടാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അച്ഛൻ പഠിപ്പിക്കാനിരുത്തുന്നതും കറക്റ്റ് സമയത്ത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതും എവിടെ കലോത്സവം നടന്നാലും അച്ഛനാണ് കൊണ്ടുപോകുന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള നിരവധി ജില്ലകളിൽ കലോത്സവവുമായി ബന്ധപ്പെട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. അച്ഛൻ എടുത്ത എഫേർട്ടിന് എനിക്ക് ഫലം കൊടുക്കാനും സാധിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. സമനിപീതരൂപ രൂപമൃത സഭാ ജനകരാംബുജ സവിധമാഗത പാർഷധി സഭ ജനപുരസരം സമുപശ്രുത്യ സൂദ സൂദാത്മജ ജനമധോമുദ सरसमेव मुझे हे
पूजे वच हरिणाक्षी जन मौली मणे नी हरिणाक्षी जन मौली मणे नी हरिणाक्षी जन मौली मणे नी अरिगिल वरिग मालिनी अरिगिल वरिग मालिनी എന്നരികിൽ വരിക മാലിനി എന്നരികിൽ വരിക മാലിനി എന്നരികിൽ വരിക മാലിനി എന്നരികിൽ വരിക മാലിനി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളോട് ചന്ദനയ്ക്ക് എന്താണ് പറയാനുള്ളത്? എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഈ കോവിഡ് കാലത്ത് ഈ രോഗത്തെ അതിജീവിക്കാനുള്ള മനക്കരുത്ത് നൽകുവാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി. ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചന്ദന ആർ അജിത്തുമായി മേരി റൈസൽ നടത്തിയ അഭിമുഖ സംഭാഷണമാണ്. ഇതോടെ ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. നിർവഹണം റിയാസ് കളപ്പുറിയൽ, സഹകരണം മേരി റൈസൽ. ശ്രോതാക്കൾക്ക് യുവവാണിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇപ്പോൾ വാട്സാപ്പ് മുഖേനയും അറിയിക്കാം. അയക്കേണ്ട ഫോർമാറ്റ് YV സ്പേസ് നിങ്ങളുടെ പേര് സ്പേസ് അഭിപ്രായം ടൈപ്പ് ചെയ്ത് 9447 562212 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9447 562212. കത്തുകൾ അയക്കുന്നവർ യുവവാണി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 68 20 21 എന്ന വിലാസത്തിൽ അയയ്ക്കുക. യുവവാണി സമാപിക്കുന്നു.